എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വന്നതാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോരുത്. നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ പലരും പല അവസരങ്ങളിലായിട്ട് നമ്മൾ യൂസ്ഡ് വാഹനങ്ങൾ എടുക്കാറുണ്ട്. അത് ചിലർക്ക് പുതിയ വാഹനം എടുക്കാൻ പറ്റാത്തതുകൊണ്ടും ചിലർ വാഹനം ഓടിച്ച് പഠിക്കാനും അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ യൂസ്ഡ് വാഹനം എടുക്കാറുണ്ട്. അപ്പോൾ യൂസ്ഡ് വാഹനങ്ങൾ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നത്, ഈ യൂസ്ഡ് വാഹനം എടുത്തു കഴിയുമ്പോൾ നമ്മുടെ പേരിലേക്ക് വാഹനം സ്വാഭാവികമായിട്ടും നമ്മൾ മാറ്റും. അതൊരു നിയമവ്യവസ്ഥയാണ്. നമ്മുടെ പേരിലേക്ക് നമ്മൾ വാഹനം മാറാനായിട്ട് കൊടുത്ത് ഏകദേശം ഒരു 10-20 വർക്കിംഗ് ഡേയ്ക്കുള്ളിൽ നമ്മുടെ പേരിൽ RC ബുക്ക് വരുന്നതാണ്. RC ബുക്ക് വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. എല്ലാവരും വിട്ടുപോകുന്നൊരു കാര്യമാണ്, ഈ നിലവിലുള്ള വണ്ടിയുടെ ഇൻഷുറൻസ് പഴയ ഓണറുടെ പേരിലായിരിക്കും. അത് നിർബന്ധമായിട്ട് നമ്മുടെ പേരിലേക്ക് അപ്പോൾ തന്നെ മാറ്റണം. RC ബുക്ക് എന്നാണോ നമുക്ക് ഇഷ്യൂ ചെയ്ത് വരുന്നത് അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ നമുക്ക് കിട്ടിയ നമ്മുടെ RC ബുക്കിൻ്റെ കോപ്പിയും നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും നിലവിലുള്ള ഇൻഷുറൻസ് പോളിസിയുടെ കോപ്പിയായിട്ട് കൺസേൺഡ് ഇൻഷുറൻസ് പോളിസിയുടെ ഓഫീസിൽ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഏകദേശം തുച്ഛമായിട്ടൊരു ഫീസ് അടച്ചു കഴിയുമ്പോൾ അത് നമ്മുടെ പേരിലേക്ക് ഇൻഷുറൻസ് പോളിസി മാറുന്നതാണ്. അത് നിർബന്ധമായിട്ട് ചെയ്യുക, ആരും വിട്ടുപോകരുത്. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അല്ലാത്ത പക്ഷം വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാനും അതുപോലുള്ള മറ്റു കാര്യങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടാകുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്ക് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു.